Hi all, welcome to BTech MedEC. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് പാസ് സർക്യൂട്ട് തിയറിയുടെ ടു പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് പാർട്ട് 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 1 to 5 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് AC സർക്യൂട്ടിന്റെ കേസിലും അതുപോലെ രണ്ട് കണ്ടീഷൻസ് റെസിപ്രോസിറ്റി കണ്ടീഷനും സിമെട്രി കണ്ടീഷനും ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഇന്നത്തെ കേസിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇസഡ് പാരാമീറ്റർ ടി നെറ്റ്വർക്കിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈ നെറ്റ്വർക്ക് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC സർക്യൂട്ട്സ്, അതായത് കപ്പാസിറ്റർ ഇൻഡക്ടർ ഒക്കെ വരുന്ന കേസിൽ ഇസഡ് പാരാമീറ്റർ എങ്ങനെ ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അതിനുശേഷം ഇൻഡിപെൻഡൻസ് സോഴ്സ്, ഡിപെൻഡൻസ് സോഴ്സ് വരുന്ന കേസും കൂടെ ഉണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ഇസഡ് പാരാമീറ്റർ എല്ലാ കേസസും കഴിയും. അതായത് ഇസഡ് പാരാമീറ്റർ ഒന്നെങ്കിൽ ടി നെറ്റ്വർക്കിൽ തരാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പൈ നെറ്റ്വർക്കിൽ തരാം, പൈ നെറ്റ്വർക്ക് വെച്ച് ചെയ്യുന്നതും അതിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്തതും നമ്മൾ ചെയ്തു. പിന്നെ തേർഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC തരാം, അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. അതിനുശേഷം ലാസ്റ്റ് ഡിപെൻഡൻറ്റ് സോഴ്സസ് വരുന്ന കേസുണ്ട്, ഡിപെൻഡൻറ്റ് സോഴ്സസ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസുണ്ട്. അപ്പം ഈ എല്ലാ കേസും ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി Y, H, ABCD അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇന്റർ റിലേഷൻഷിപ്പ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ഈ പാരാമീറ്റേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാറ്റഗറിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത Y പാരാമീറ്ററിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഫസ്റ്റ് ഈ റെസിപ്രോസിറ്റി സിമെട്രി കണ്ടീഷൻസ് ഉണ്ട് ഈ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിന്, അതായത് HY, Z, ABCDക്ക് റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട, ആ ചാർട്ട് പഠിച്ചു വെക്കണം. അതിനകത്ത് വരുന്നത് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, Z, Y, H, ABCD. മെയിനായിട്ട് നമുക്ക് ഈ 4 പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ സിമെട്രി, സെക്കൻഡ് കണ്ടീഷൻസ് ഫോർ റെസിപ്രോസിറ്റി. നമുക്ക് നോർമലി അറിയാം, ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്ക് അതിന്റെ പാരാമീറ്റേഴ്സ്, ഇപ്പം ഇസഡ് പാരാമീറ്റർ ആണെങ്കിൽ Z11, Z12, Z21, Z22 അങ്ങനെ 4 പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സിമെട്രി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 4 പാരാമീറ്ററിൽ Z11 ഈക്വൽ ടു Z22. നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്ക് തന്നു, അതിൻ്റെ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ Z11 വാല്യൂവും Z22 വാല്യൂവും സെയിം ആയിട്ട് വരുവാണെങ്കിൽ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, കണ്ടീഷൻസ് ഫോർ സിമെട്രി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതുപോലെ റെസിപ്രോസിറ്റി എന്ന് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ റെസിപ്രോക്കൽ തിയറി ഒക്കെ പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ഈ ഓഫ് ഡയഗണൽ, അതായത് Z12 ഈസ് ഈക്വൽ ടു Z21 ആയിരിക്കണം. ഇതാണ് ഇസഡ് പാരാമീറ്ററിന്റെ കേസിൽ സിമെട്രി കണ്ടീഷനും റെസിപ്രോസിറ്റി കണ്ടീഷനും. ഈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെട്രിക്സിൽ Z11ന്റെ വാല്യൂവും Z22ന്റെ വാല്യൂവും സെയിം ആയിട്ട് വരുവാണെങ്കിൽ സിമെട്രി ആയിരിക്കും. Z12ഉം Z21 അത് റെസിപ്രോക്കല 1, 2, 2, 1 അത് സെയിം ആയിട്ട് വരുവാണെങ്കിൽ റെസിപ്രോസിറ്റി കണ്ടീഷൻ ഒബേ എന്നുള്ളതാണ്. നമ്മൾ നോർമലി ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിൻ്റെ ഇതുപോലത്തുള്ള പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. എന്നിട്ട് ചെക്ക് വെദർ ദ ഗിവൺ നെറ്റ്വർക്ക് ഈസ് സിമെട്രിക് ഓർ റെസിപ്രോക്കൽ എന്ന് ചോദിക്കും. അപ്പം എന്ത് ചെയ്താൽ ഇപ്പോൾ ഇസഡ് പാരാമീറ്ററിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിന്റെ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ നോക്കുക, ഡയഗണൽ എലമെന്റ്സ്, അതായത് Z11ന്റെ വാല്യൂവും Z22ന്റെ വാല്യൂവും സെയിം ആയിട്ട് വരുവാണെങ്കിൽ ആ നെറ്റ്വർക്ക് സിമെട്രിക് ആയിരിക്കും. അതുപോലെ Z12 ഈക്വൽ ടു Z21 അതിന്റെ രണ്ടിന്റെ വാല്യൂസ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി റെസിപ്രോക്കൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് Y പാരാമീറ്ററിന്റെ കണ്ടീഷൻ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ Y വരുമെന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് Y11 ഈക്വൽ ടു Y22 ഫോർ സിമെട്രിക് കണ്ടീഷൻ. എന്തായിരിക്കും റെസിപ്രോക്കൽ, Y
y12 ഈക്വൽ ടു y21. ഇതാണ് y പാരാമീറ്ററിന്റെ സിമെട്രി കണ്ടീഷനും റെസിപ്രോക്കൽ കണ്ടീഷനും. അടുത്ത വരുന്നത് h പാരാമീറ്ററിന്റെ കേസിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു 1, അതായത് നമ്മൾ പാരാമീറ്റർ എഴുതുമ്പോഴത്തേക്ക് h11 h12 h21 h22 ആണ് വരുന്നത്. അതിൽ ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ h11 h22 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് h21 ഇൻറ്റു h12. ഓക്കെ, അതാണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു 1 ആണ് സിമെട്രി കണ്ടീഷൻ. നമ്മൾ ഒരു എച്ച് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കണം. ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ 1 ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് ദാറ്റ് നെറ്റ്വർക്ക് ഈസ് സിമെട്രിക്. അതിൻ്റെ കേസിൽ റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ദാറ്റ് ഈസ് h12 ഈക്വൽ ടു h21. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് വരും. അതാണ് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. h12 ഈക്വൽ ടു മൈനസ് h21 വരും. അതിൻ്റെ സിമെട്രി കണ്ടീഷന് ഡെൽറ്റ എച്ച് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് h11 ഇൻറ്റു h22 മൈനസ് h21 ഇൻറ്റു h12. ഓക്കെ, ലാസ്റ്റ് വരുന്നത് ABCD പാരാമീറ്റർ ആണ്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ്. അതിൻ്റെ കേസിൽ A ഈക്വൽ ടു D ആണ് സിമെട്രി കണ്ടീഷൻ. അതുപോലെ റെസിപ്രോസിറ്റി കണ്ടീഷൻ AD മൈനസ് BC ഈക്വൽ ടു 1. AD മൈനസ് BC ഈക്വൽ ടു 1. ഇതുപോലെ തന്നെ വരുന്നത് ABCD ആണ് പാരാമീറ്റർ വരുന്നത്. അപ്പോൾ AD മൈനസ് BC ഈക്വൽ ടു 1 വരും. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 1 കണ്ടീഷൻ തന്നെ വരുന്നത് അല്ലേ? AD മൈനസ് BC ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ കണ്ടീഷൻസ് ഫോർ റെസിപ്രോസിറ്റി. ഓക്കെ, ഇതാണ് ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് അതിൻ്റെ കണ്ടീഷൻസ് ഫോർ സിമെട്രി, കണ്ടീഷൻസ് ഫോർ റെസിപ്രോസിറ്റി പഠിച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ ഈ സിമെട്രി വരുന്ന വെച്ചാൽ സെയിം ആയിട്ടുള്ള വരും, അതാണ് ഓർത്ത് ശരി. ഇപ്പോൾ 1122 y11 y22 സിമെട്രി കണ്ടീഷനാണ്. റെസിപ്രോസിറ്റി എന്ന് വെച്ചാൽ ഈ ഇത് 1221 അത് വരും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും കേസിൽ y12 ഈക്വൽ ടു y21, അതുപോലെ z12 ഈക്വൽ ടു z21 ആണ്. അതുപോലെ h വരുമ്പോഴത്തേക്ക് ഒരു മൈനസ് ഓഫ് വരും. അതിൻ്റെ അതുപോലെ തന്നെ ഇത് രണ്ടും നോക്കിക്കോണം. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു 1 സിമെട്രി കണ്ടീഷനാണ്. ABCD വരുമ്പോഴത്തേക്ക് AD മൈനസ് BC ഈക്വൽ ടു 1 എന്നുള്ളത് റെസിപ്രോസിറ്റി കണ്ടീഷനാണ്. അതിൻ്റെ സിമെട്രി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A ഈക്വൽ ടു D. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫിൽ നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. എന്നിട്ട് അത് സിമെട്രി ആണോ റെസിപ്രോക്കൽ ആണോ നമ്മൾ ചോദിക്കും. ഇപ്പോൾ സപ്പോസ് ഒരു ABCD പാരാമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് റെസിപ്രോക്കൽ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ AD മൈനസ് BC ഈക്വേറ്റ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ 1 ആണെന്ന് നോക്കും. 1 ആണെങ്കിൽ that obeys reciprocity. ഇനി അതിൻ്റെ കേസിൽ എയുടെ വാല്യൂയും ഡിയുടെ വാല്യൂ സെയിം ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ സിമെട്രി കണ്ടീഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഫൈൻഡ് ഇസഡ് പാരാമീറ്റർ ഓഫ് എ നെറ്റ്വർക്ക്, ചെക്ക് ദ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി. റെസിപ്രോസിറ്റിയും സിമെട്രിയും ചെക്ക് ചെയ്യണം. അതുപോലെ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ കേസിൽ റെസിസ്റ്റർ ഇൻഡക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ AC സർക്യൂട്ടാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ R തന്നെ വരും. അതുപോലെ ഒരു കപ്പാസിറ്റർ വരുവാണെങ്കിൽ നമ്മൾ അതിനെ എസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1/CS എന്ന് വരും. അതുപോലെ ഇൻഡക്ടർ ആകുമ്പോഴത്തേക്ക് LS എന്ന് വരും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. തന്നിരിക്കുന്നതിനെ നമ്മൾ എസിലേക്ക് കൺവേർട്ട് ചെയ്യുക. റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് R തന്നെ വരും. കപ്പാസിറ്റർ ആണെങ്കിൽ 1/CS വരും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ തരും. അപ്പോൾ ആ വാല്യൂ ഇൻറ്റു S ആയിരിക്കും വരുന്നത്. അതുപോലെ ഇൻഡക്ടർ വരുമ്പോഴത്തേക്ക് LS ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈക്വലൻ്റ് വരയ്ക്കുകയാണ്. ഇത് 1 തന്നെ വരും. ഇതിൻ്റെത് ഇൻഡക്ടറാണ്, LS വരും. Lൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് S വരും. ഇതും 1 ഹെൻറി ആണ്, S വരും. ദിസ് ഈസ് 1 ഓം വരും. I2 I1 V1 V2. ഓക്കെ, ഇനി ഇതിപ്പോൾ എന്താണ്? ഒരു പൈ നെറ്റ്വർക്ക് ആണ് അല്ലേ? പൈ നെറ്റ്വർക്ക് ആണ്. പൈ നെറ്റ്വർക്ക് ആകുമ്പോൾ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം, T നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് പൈ ഫോം അല്ലെങ്കിൽ ഡെൽറ്റ ഫോം. ആ ഡെൽറ്റനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റീഡ്രോ ചെയ്യും. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് പാർട്സിൽ. അപ്പോൾ അതൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. 2 ഇൻഡക്ടർ S1. ഓക്കെ,
അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? അതിനെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതും. ഇതിനാണെങ്കിൽ ഇസഡ് എ, ഇസഡ് ബി, ഇസഡ് സി എന്ന് എഴുതുക. ഇസഡ് എ, ഇസഡ് ബി, ഇസഡ് സി എന്ന് എഴുതുക. അതിൽ ഇസഡ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരും. ദാറ്റ് ഈസ് 1 into s ഡിവൈഡഡ് ബൈ ഔട്ടർ റെസിസ്റ്റൻസിൻ്റെ സം, ദാറ്റ് ഈസ് 1 + s + s എന്ന് വരും. അതിൻ്റെ വാല്യൂ s/2s+1 എന്ന് വരും, ഇസഡ് എയുടെ വാല്യൂ. അതുപോലെ ഇസഡ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് ബി ഈക്വൽ ടു ആ ലഘുവായിട്ട് കണക്ട് ചെയ്ത രണ്ട് റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസിൻ്റെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് 1 into s ഡിവൈഡഡ് ബൈ ടോട്ടൽ സം. ഡിനോമിനേറ്റർ എല്ലാത്തിൻ്റെയും സെയിം, 1 + 2s എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് s/2s+1 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസഡ് സി കണ്ടുപിടിക്കുക. ഇസഡ് സി ഈക്വൽ ടു ഇതുമായിട്ട് കണക്ട് ചെയ്ത രണ്ട് എലമെൻറ്റ്സ്, അപ്പോൾ ഇതും ഇതുമാണ്. ദാറ്റ് ഈസ് s into s അല്ലേ, s into s ഡിവൈഡ് ബൈ 1 + 2s വരും. ദാറ്റ് ഈസ് s² ഡിവൈഡ് ബൈ 2s+1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്തായിട്ട് വരയ്ക്കാം? ഈ ടി ആയിട്ട് വരയ്ക്കാം. ഇതിന് ടി ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് അവർ ഇസഡ് എ, ദിസ് ഈസ് അവർ ഇസഡ് ബി, ദിസ് ഈസ് അവർ ഇസഡ് സി. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ടറിൽ എന്തുണ്ട്? ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിവിടെ സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ 1 ആണ്. ഇസഡ് എയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, s ഡിവൈഡ് ബൈ 2s+1. ഇസഡ് ബിൻ്റെ വാല്യൂ s ഡിവൈഡ് ബൈ 2s+1. ഇസഡ് സിൻ്റെ വാല്യൂ s² ഡിവൈഡ് ബൈ 2s+1. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ നെറ്റ്വർക്ക് ടി നെറ്റ്വർക്കായിട്ട് മാറി. നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇസഡ് പാരാമീറ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇസഡ് പാരാമീറ്ററിൻ്റെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും, ഇക്വേഷൻസ് എഴുതുകയും ചെയ്യാം, ഡയറക്റ്റും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് എഴുതുകയാണ്. V1 V2 ഇസഡ് പാരാമീറ്റർ ഈക്വൽ ടു ഒരു ഇസഡ് മെട്രിക്സ് ഇൻറ്റു എന്ത് വരും? I1 I2 വരും. ഓക്കെ, അതിൽ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സമ്മായിട്ട് വരും ഇല്ലേ? ദാറ്റ് ഈസ് Z11 ഈക്വൽ ടു 1 + s/2s+1 + s² ബൈ 2s+1 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് Z11ൻ്റെ വാല്യൂ s² + 3s+1 ഡിവൈഡഡ് ബൈ 2s+1 എന്ന് കിട്ടും. അതുപോലെ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് Z12ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു Z21 ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്, പോർട്ട് 1നും പോർട്ട് 2നും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? s² ബൈ 2s+1. s² ബൈ 2s+1 ഈസ് കോമൺ ടു പോർട്ട് 1 and 2. ഇനി നമുക്ക് ലാസ്റ്റ് എന്തും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുള്ളൂ? Z22 കൂടെ ഉള്ളൂ അല്ലേ? Z22 ഈക്വൽ ടു ഈ ഔട്ടർ പോർട്ടിൻ്റെ സമ്മായിട്ട് വരും. ദാറ്റ് ഈസ് s ഡിവൈഡഡ് ബൈ 2s+1 + s² ഡിവൈഡ് ബൈ 2s+1. ഓക്കെ, ഇപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് s + s² ഡിവൈഡഡ് ബൈ 2s+1. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമുക്ക് Z11ൻ്റെ വാല്യൂ കിട്ടി, Z12, Z21 ആൻഡ് Z22 കിട്ടി. ദാറ്റ് ഈസ് ഇസഡ് പാരാമീറ്റർ കിട്ടി. ഇതാണ് Z11, Z12, Z21, Z22 എന്ന് പറയുന്നത്. അപ്പോൾ അത് മെട്രിക്സ് ആയിട്ട് എഴുതുവാണ് അതിൻ്റെ വാല്യൂസ്. അതിൻ്റെ കേസിൽ ഇസഡ് പാരാമീറ്റർ V1 V2 ഓക്കെ ഈക്വൽ ടു Z11 കിട്ടിയത് നമുക്ക് s² + 3s+1 ഡിവൈഡ് ബൈ 2s+1 ആണ്. അതുപോലെ ഈ ടേം കിട്ടിയത് s² ഡിവൈഡ് ബൈ 2s+1 ആണ്. സെയിം ഇത് തന്നെ ഇവിടെയും കിട്ടി, s² ഡിവൈഡ് ബൈ 2s+1. ഇതിൻ്റെ വാല്യൂ s² + s ഡിവൈഡഡ് ബൈ 2s+1 ഇൻറ്റു I1 I2. ദിസ് ഈസ് അവർ ഇസഡ് പാരാമീറ്റർ ഓഫ് ദിസ് നെറ്റ്വർക്ക്. ഇനി അതിൻ്റെ റെസിപ്രോസിറ്റി സിമെട്രിക് കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇസഡ് പാരാമീറ്ററിൻ്റെ റെസിപ്രോസിറ്റി സിമെട്രിക് കണ്ടീഷൻ നമുക്കറിയാം. കണ്ടീഷൻ ഫോർ സിമെട്രി, കണ്ടീഷൻ ഫോർ
സിമെട്രി കണ്ടീഷൻസ് ഫോർ സിമെട്രി എന്തായിരുന്നു? ഇസഡ് പാരാമീറ്ററിന്റെ Z11 is equal to Z22 ആണ്. ഓക്കെ, ഇതാണ് Z11, Z12, Z21, Z22. Z11 ഈക്വൽ ടു Z22 കേസ് വരുവാണെങ്കിൽ അത് സിമെട്രി ആയിരിക്കും. ഇവിടെ Z11ന്റെ വാല്യൂ ഇതും Z22ന്റെ വാല്യൂ ഇതുമാണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഹിയർ Z11 നോട്ട് ഈക്വൽ ടു Z22, സോ നോട്ട് സിമെട്രിക്കൽ, നോട്ട് സിമെട്രിക്കൽ. ഓക്കെ, ഇതിന്റെ Z11 Z22 സെയിം അല്ല, സെയിം ആയിരുന്നെങ്കിൽ സിമെട്രി ആയിരിക്കണം. ഇവിടെ Z11 നോട്ട് ഈക്വൽ ടു Z22 ആണ്, സോ നോട്ട് സിമെട്രിക്കൽ. ഇനി അടുത്ത കണ്ടീഷൻസ് ഫോർ റെസിപ്രോസിറ്റി. എന്താണ് കണ്ടീഷൻ? Z12 is equal to Z21. ഇതിന്റെ കേസിൽ Z12ന്റെ വാല്യൂ S²/2s+1 ആണ്. ഇതിന്റെ കേസിലും Z21ന്റെ വാല്യൂ S²/2s+1 ആണ്. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് റെസിപ്രോക്കൽ നെറ്റ്വർക്ക്. ഇത് സിമെട്രി അല്ല, പക്ഷെ റെസിപ്രോക്കൽ ആണ്. ഇതുപോലത്തുള്ള പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്, യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് സമറൈസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തത് കണ്ടീഷൻസ് ഫോർ സിമെട്രി, കണ്ടീഷൻസ് ഫോർ റെസിപ്രോസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോഴത്തേക്ക് സിമെട്രി വരുമ്പോഴത്തേക്ക് 1, 1, 2, 2 ഈക്വൽ ആയിട്ട് വരുന്ന കേസാണ് വരുന്നത്. ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആയിട്ട് വരുന്ന കേസാണ്. ഇസഡിന്റെ കേസിലും വൈയുടെ കേസിലും എച്ച് വരുമ്പോഴത്തേക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് H11 H22 മൈനസ് H21 H12 ഈക്വൽ ആയിട്ട് വരണം. അതുപോലെ ABCD വരുമ്പോഴത്തേക്ക് സിമെട്രിക് കണ്ടീഷൻ A ഈക്വൽ ടു D ആണ്. റെസിപ്രോസിറ്റി വരുമ്പോഴത്തേക്ക് H പാരാമീറ്ററിന്റെ കേസിൽ H12 ഈക്വൽ ടു മൈനസ് H21. അതുപോലെ ABCDയുടെ കേസിൽ AD മൈനസ് BC ഈക്വൽ ടു 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദി ഇസഡ് പാരാമീറ്റർ ഓഫ് എ നെറ്റ്വർക്ക്, ചെക്ക് ഇറ്റ്സ് റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഒരു AC സർക്യൂട്ടാണ്, ഇൻഡക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഈക്വലന്റ് എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. R തന്നെ വരും. കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 1/CS വരും. C എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ. ഇൻഡക്ടർ ഉണ്ടെങ്കിൽ LSലേക്ക് വരും. L ഇൻഡക്ടറിന്റെ വാല്യൂ ഇൻ ഹെൻറി ആണ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഈക്വലന്റ് എസ് ഡൊമൈനിലേക്ക് വരച്ചതിന് ശേഷം ഇതൊരു പൈ നെറ്റ്വർക്കാണ്. അപ്പം പൈനെ നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഓരോ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഈക്വലന്റ് T നെറ്റ്വർക്ക് വരച്ചു. അതിൽ ഈ എക്സ്ട്രാ 1 ohm കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ഒരു ഇസഡ് പാരാമീറ്റർ T നെറ്റ്വർക്കിൻ്റെ എഴുതാൻ പറ്റും. അതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് 1ന്റെ റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ കമ്പോണൻസിന്റെ സമ്മായിട്ട് വരും. Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോർട്ടിന്റെ റെസിസ്റ്റൻസ് സമ്മായിട്ട് വരും. അതുപോലെ Z12 21 എന്ന് വെച്ചാൽ കോമൺ ടു പോർട്ട് 1 and 2 വരും. അങ്ങനെ നമുക്ക് ഇതിന്റെ ഇസഡ് പാരാമീറ്റർ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അതിനുശേഷം കണ്ടീഷൻസ് ഫോർ സിമെട്രിയും കണ്ടീഷൻസ് ഫോർ റെസിപ്രോസിറ്റിയും ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻസ് ഫോർ സിമെട്രി എഴുതുക. ദാറ്റ് ഈസ് Z11 ഈസ് ഈക്വൽ ടു Z22 ഇൻ കേസ് ഓഫ് ഇസഡ് പാരാമീറ്റർ, ആൻഡ് ഫോർ റെസിപ്രോസിറ്റി Z12 ഈസ് ഈക്വൽ ടു Z21. ഇതിൻ്റെ കേസിൽ മെട്രിക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് Z11ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു Z22ന്റെ വാല്യൂ ആണ്, സോ നോട്ട് സിമെട്രിക്കൽ. അതുപോലെ റെസിപ്രോസിറ്റി നോക്കാൻ നേരത്ത് Z12ന്റെ വാല്യൂ S²/2s+1 ആണ്. Z21ന്റെ വാല്യൂ S²+2s+1 ആണ്. ഹെൻസ് റെസിപ്രോക്കൽ. ഓക്കെ, അതാണ് അതിൻ്റെ ഫൈനൽ വരുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു മെട്രിക്സ് അവസാനം എഴുതാൻ മറക്കരുത്. അതുപോലെ കണ്ടീഷൻസ് എഴുതി അതിൻ്റെ എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.